ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഏഞ്ചൽസിന്റെ മെസ്സേജാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാവേ. നമുക്ക് കാർഡ്സ് എടുത്തിട്ട് സോറി. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ രണ്ടുപേര് കണ്ടില്ലേ, രണ്ടുപേർ തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇടപാടുകൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാം. അപ്പോൾ അവിടെ രണ്ടുപേർ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ ഒരാളിന്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല. അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മറ്റേ വ്യക്തിക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് അവിടെ ഒരാളിന്റെ കാര്യം പറഞ്ഞെങ്കിൽ മറ്റൊരാളിന്റെ സപ്പോർട്ട് അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ ഈ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. പരസ്പരമുള്ള സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണ്. അവിടെ പരസ്പരമുള്ള സപ്പോർട്ട് ഏത് കാര്യത്തിലും അത്യാവശ്യമാണ്. പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകുന്ന ബിസിനസ് കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഇത്തരമൊരു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് സക്സസ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അവിടെയാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു, കണ്ടില്ലേ? അപ്പോഴാണ് ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത്, ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊരു ക്ലാരിഫൈ ചെയ്യാവേ, എന്ത് കാര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് വേണമെന്ന് ഏഞ്ചൽസ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സാമ്പത്തികത്തിന്റെ കാര്യത്തിലാണ്, കണ്ടില്ലേ? സാമ്പത്തിക കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പരാജയം ഉണ്ടാകും. അവിടെ ഒരാൾ മറ്റൊരാളിനെ സംശയിക്കത്തക്ക കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലായാലും സാമ്പത്തിക വിനിമയമാണ് അത്യാവശ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിലാണ്. അപ്പോൾ ഇവിടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്. ഇവിടെ പലപ്പോഴും രണ്ടുപേർ തമ്മിലുള്ള ബിസിനസ്സിനിടയിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നീട് ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ എവിടെയും കാണാവുന്നതാണ്. അതുകൊണ്ട് അതിനുള്ള ഇടവരുത്താതെ ഏത് കാര്യത്തിലും ഒന്ന് ക്ലിയർ ആയ രീതിയിൽ, വ്യക്തമായ രീതിയിൽ, ഒരാളിന് മനസ്സിലാകത്തക്ക വിധത്തിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി അതുമല്ല, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അടുത്തതായിട്ട് ഏഞ്ചൽ മെസ്സേജ് എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ റീകൺസിഡർ ആണ്. വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് പുനർവിചിന്തനം ചെയ്തിട്ട് വേണം, ഒന്നുകൂടി ഒരു പരിഗണനയ്ക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി ഏത് കാര്യത്തിൽ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും, അല്ല, തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ടങ്ങ് പോകും. പക്ഷെ പിന്നീട് അതിന്റെ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കുക, അത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ നമ്മളൊക്കെയും സ്വയം വിചാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെ? അവിടെ ഇനി എന്താണ് വേണ്ടതെന്ന് നമ്മൾ നോക്കാം.
ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റാരെങ്കിലും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ടാവാം നിങ്ങളുടെ പ്രശ്നങ്ങളെ വഷളാക്കാൻ വേണ്ടി. പക്ഷെ അവർ പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഇടയിൽ കൂടി കടന്ന് മറ്റുള്ളവരുടെ ഒരു പ്രചോദനം ഉണ്ടാകും ചില കാര്യങ്ങളിൽ നിങ്ങൾക്കായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ആഗ്രഹത്തിന് അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുന്നതിനെ വീണ്ടും ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഏതൊരു കാര്യത്തിലായാലും മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ മൂന്നാമതൊരാൾ വന്ന് അഭിപ്രായം പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അവിടെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു പുനരാലോചന വേണം, വീണ്ടും ഒരു പരിഗണനയ്ക്ക് വെക്കണം നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അത് തന്നെയാണ്. യെസ് എന്നാണ് പറയുന്നത്. എന്ത് കാര്യമാണ്? യെസ് അത് തന്നെയാണ്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് യെസ് എന്നുള്ള കാര്യം? ശരിയാണ്, അത് നിങ്ങൾക്ക് നടക്കും, നിങ്ങൾക്കത് സാധ്യമായി കിട്ടും. ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലാവാം, അതുമല്ല എങ്കിൽ അബണ്ടൻസ് എന്തോ നിങ്ങൾ ആലോചിക്കുന്ന കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് ചില കാര്യങ്ങളിൽ വന്നിട്ടുണ്ടാവണം. അപ്പോൾ അത് യെസ് ശരിയാണ്, അത് തീരുമാനിച്ചോളൂ എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾക്കിവിടെ ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവേ. എന്ത് കാര്യത്തിലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അതെ, ഇവിടെ നിങ്ങൾക്ക് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോഴൊക്കെ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ മനോവിഷമം അനുഭവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കണം, മനസ്സിലായോ? അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടന്ന് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് വരാൻ. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സാമ്പത്തിക ബാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ജോലിക്കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെറിയ ചില ജോലികളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും പുറത്ത് കടക്കാം. ആ ബൗണ്ടറി ഒന്ന് ഓവർകം ചെയ്യാവുന്നതാണ്. ആ ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പുറത്തേക്ക് വരാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യെസ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ. നോ, അത് വേണ്ട എന്നും പറയുന്നുണ്ട്. യെസ് എന്ന് പറയുന്നുണ്ട്, അത് വേണ്ട എന്നും പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ യെസ് വേണം എന്ന് പറയുന്നുണ്ട്, ചില കാര്യങ്ങളിൽ നോ എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് നോ എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉയർച്ചയിലേക്ക് വരുമ്പോൾ എന്താണ്, നിങ്ങളിവിടെ ഉയർച്ചയിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്, പല കാര്യങ്ങളിൽ നിങ്ങളിവിടെ സ്റ്റക്കാണ്, അവിടെ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത്. മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് വരാൻ പറ്റുന്ന, സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ, അവിടെ അങ്ങനെ നിൽക്കണ്ട, മനസ്സിലായോ? ഇപ്പൊ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കാണോ, ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഉണ്ടാവാം, ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാം, എങ്ങനെ വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാവാം. അവിടെ നിന്നും നിങ്ങൾ അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ നിന്നും നിങ്ങൾ സ്റ്റക്കായിടത്ത് നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചയിലേക്ക് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസ്, സമ്പത്തിന്റെ രാജാവാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും.
എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അത് ഏത് കാര്യത്തിലായാലും ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ, അവിടെ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അവിടെ നിന്ന് മുന്നോട്ട് വരേണ്ടതാണ്. മുന്നോട്ട് വന്ന് കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചുകൂടി സ്പിരിച്വാലിറ്റിയിലേക്കും കൂടെ മുന്നോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് അഭിവൃദ്ധിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. എന്തിനാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ്? വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു. സന്തോഷകരമായ ചില മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. അതും വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. എന്തിനാണെന്ന് നമുക്ക് നോക്കാം. എന്തിനുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്ത് മാറ്റങ്ങളാണ്? നിങ്ങൾ ഒരുപാട് എന്താണ്, നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരാൻ പോകുന്നു, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വളരെ വലിയ ചേഞ്ചസ് ആണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിയുമ്പോൾ വരുന്നത്. അതായത് മെഡിറ്റേഷൻ ചെയ്ത് ഇൻട്യൂഷൻ വർദ്ധിപ്പിക്കുക, മനസ്സിലായി, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരുപാട് പാഠങ്ങൾ പഠിച്ചതിന് ശേഷം, എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങളെ അറിയാൻ പറ്റുന്നു. വേണ്ടാത്തിടത്ത് സംസാരിക്കാൻ പോകാതെ ഇരിക്കുക, മനസ്സിലായോ? അപ്പോൾ വേണ്ടതിനോട് പ്രതികരിക്കുക, വേണ്ടാത്തിടത്ത് നോ പറയുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെ വലിയ ഹാപ്പി ചേഞ്ച്, സന്തോഷകരമായ അവസ്ഥകൾ വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അനാവശ്യകരമായ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. പലരും നിങ്ങളെ വിട്ടുപോകുന്നു. കാരണം നിങ്ങൾ യൂണിവേഴ്സിന് പ്രിയപ്പെട്ടവരാകുന്നു. അവിടെയാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിക്കുന്നത്, മനസ്സിലായി? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു, അവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളെ അറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ചേഞ്ചസ് വരാൻ പോകുന്നത്, മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയ ഹാപ്പി ചേഞ്ചസ്, സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. നോ നീഡ് ടു വറി എന്നാണ് അടുത്ത് തന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരുവല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നോ നീഡ് ടു വറി, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി എന്ത് കാര്യമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. 4 ഓഫ് സോഡിന്റെ എനർജി അമിതമായിട്ട് ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അമിതമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, മനസ്സിലായി? ഇവിടെ അമിതമായിട്ട് ചിന്തിക്കുന്നു, ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ ദുഃഖമുണ്ടാവാം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുപോലെ ജോലി കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നോ നീഡ് ടു വറി. നിങ്ങൾ യൂണിവേഴ്സിന് പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്, മനസ്സിലായി? ഇവിടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഇഫ് യു ബിലീവ്, നിങ്ങൾ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ there is something better, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എന്തോ വരാനിരിക്കുന്നു. എന്ത് വിശ്വസിക്കുകയാണെങ്കിൽ ഏഞ്ചൽസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യം ഇല്ല. നോ നീഡ് ടു വറി. എന്തിനു വിഷമിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ. കണ്ടില്ലേ? എന്തിനു വിഷമിക്കേണ്ട? ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്, 4 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയാണ്, മനസ്സിലായി? നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്.
സാമ്പത്തികപരമായ അഭിവൃദ്ധി, ഒരു സഫലത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ സന്തോഷത്തിൻ്റെതായ ദിനങ്ങളാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ആരെക്കൊണ്ടും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. മനസ്സിലായോ? വളരെ നല്ല എനർജീസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോർച്യൂൺ കാർഡ്സും കൂടെ ഒന്ന് നോക്കാവേ. ചെയർ എംറ്റി ഉണ്ട്, അവൾ വന്നിട്ടുണ്ട്. ക്ലൗഡ്സ്, ക്ലോ, ക്യാമൽ, 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹിൽസ് ആണ്. ഹിൽസ് എന്ന് പറയുമ്പോൾ ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, തടസ്സങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള കഴിവ് വന്നിരിക്കുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു. മനസ്സിലായി? അതാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെയർ എംറ്റിയാണ്. സമ്മൺ ഈസ് ലിവിങ് യുവർ ലൈഫ്. ആരോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ വളരെ സ്നേഹത്തിലിരുന്ന ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒന്ന് നോ കോണ്ടാക്ട് അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളായാലും ശരി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവും. ഏതൊരു കണക്ഷൻ ആയാലും ഇപ്പോൾ നിങ്ങളിൽ നിന്നും ആരോ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അവളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. ഈ ഒരു സമയത്ത് വളരെയധികം ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഉപദേശം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉപദേശം കിട്ടും. സ്പിരിറ്റ് ഗൈഡ് ആണ് നിങ്ങളുടെ അവൾ എന്ന് പറയുന്നത്. ഇനി ബി കെയർഫുൾ എന്ന് കാണുന്നുണ്ട്. ക്ലോ, ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം മനസ്സിലായി, ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഒരുപാട് റിസ്ക് എടുത്ത് ഒന്നിലേക്ക് ഇറങ്ങി പുറപ്പെടണ്ട എന്നുള്ളതാണ് പറയുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഒത്തിരി അങ്ങ് റിസ്ക് എടുത്തിട്ട് ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് പിന്നീട് ടെമ്പററി പ്രോബ്ലംസ് ആണ്. ക്ലൗഡ്സ് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എന്ന് വരും. നിങ്ങളിലേക്ക് പ്രോബ്ലംസ് വരും, പക്ഷെ ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല. അതൊക്കെ താൽക്കാലികമായ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ക്യാമലാണ് വന്നിരിക്കുന്നത്. പെർസിവിയർ ആൻഡ് യു വിൽ ഓവർകം പ്രോബ്ലംസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം റിസ്ക് എടുത്തൊന്നും ചെയ്യേണ്ട. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ പറ്റും. പലരിൽ നിന്നും അഡ്വൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ ഹൈപ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.